വ്യക്തമായ കാഴ്ചയുമായി ജസൽ ഒപ്റ്റിക്കൽസ് എന്നും കൂടെയുണ്ടാകും. നാഷണലും ഇന്റർനാഷണലുമായിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഒപ്റ്റിക്കൽ ഷോറൂം ജസൽ ഒപ്റ്റിക്കൽസ്. ജസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. ചരിത്ര പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ കാനൂർ സെന്റ് മേരീസ് ഫെറോന പള്ളിയിൽ വിശുദ്ധ സെബാസ്റ്റ്യനോസിന്റെ തിരുനാൾ 17-ന് ആരംഭിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയാകുന്നു. AD 1001 സ്ഥാപിതമായ 1025 ആണ്ട് ജൂബിലി ആഘോഷിക്കുന്നതുമായ ചരിത്രപ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ കാനൂർ സെന്റ് മേരീസ് ഫെറോന പള്ളിയിൽ വിളികേട്ട വിശുദ്ധ സെബാസ്റ്റ്യനോസിന്റെ തിരുനാൾ ജനുവരി 17 ആരംഭിക്കും. ജനുവരി 17 മുതൽ 20 വരെയാണ് ആ തിരുനാൾ. 8-ാമിടം ജനുവരി 26, 27 തീയതികളിൽ നടക്കും. ജനുവരി 17-ന് വിശുദ്ധ കുർബാനയും നൊവേനയും തുടർന്ന് 9 മണിക്ക് കൊടിയേറ്റം നടക്കും. വികാരി റവറൻ ഫാദർ ജോയ് കണ്ണമ്പുഴയാണ് കൊടിയേറ്റ കർമ്മത്തിന് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത്. തുടർന്ന് വിശുദ്ധ കുർബാനയും നൊവേനയും നടക്കും. 18-ന് വിശുദ്ധ കുർബാന, നൊവേന, ടൗൺ കപ്പേളയിലേക്ക് അമ്പ് പ്രദക്ഷിണം, വാഹന വെഞ്ചരിപ്പ് എന്നിവ നടക്കും. 19-ന് വിശുദ്ധ കുർബാനയ്ക്കും നൊവേനയ്ക്കും പുറമെ ആഘോഷമായ പാട്ടുകുർബാന, നൊവേന എന്നിവ നടക്കും. ഫാദർ ജോഷി കളംപറമ്പത്ത് മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ ജിമ്മി പൂച്ചക്കാട്ട് സന്ദേശം നൽകും. തുടർന്ന് അമ്പും മുടിയും ചാർത്തൽ, വിശുദ്ധ കുർബാന, നൊവേന, ലതീഞ്ഞ്, അങ്ങാടി പ്രദക്ഷിണം എന്നിവ നടക്കും. വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ചാൾസ് തെറ്റയിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. തിരുനാൾ ദിനമായ 20-ന് രാവിലെ 5:30-നും 7 മണിക്കും വിശുദ്ധ കുർബാന നടക്കും. 9:45-ന് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാന നടക്കും. ഫാദർ വിപിൻ കുരിശുതല മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ ജേക്കബ് മഞ്ഞളി സന്ദേശം നൽകും. 12 മണിക്കാണ് അങ്ങാടി പ്രദക്ഷിണം. ഫാദർ നെൽസൺ ഞാളിയൻ വിശുദ്ധ കുർബാനയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. പള്ളി ചുറ്റി സമാപന പ്രദക്ഷിണം നടക്കും. ജനുവരി 27-നാണ് 8-ാമിടം നടക്കുന്നത്. തിരുനാളിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി വരുന്നതായി വികാരി ഫാദർ ജോയി കണ്ണമ്പുഴ വ്യക്തമാക്കി. ചരിത്രപരമായി വളരെ പ്രസിദ്ധിയാർജിച്ച കാഞ്ഞൂർ സെന്റ് മേരീസ് ഫെറോന പള്ളിയിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാള് ഈ വർഷം എന്ന് മാത്രമല്ല എല്ലാ വർഷവും ജനുവരി 19, 20 തീയതികളിലും 8-ാമിടം 26, 27 തീയതികളിലുമായി ആഘോഷിക്കപ്പെടുകയാണ്. കാഞ്ഞൂരിന്റെ പുണ്യഭൂമി 1025 വർഷങ്ങളായി വിശുദ്ധ സെബസ്ത്യാനോസിന്റെ പ്രത്യേകമായ പരിപാലനയിലും മധ്യസ്ഥതയിലുമാണ് മുന്നോട്ട് പോവുക. പള്ളി സ്ഥാപിതമായത് 1001-ാം ആണ്ടിൽ ആണ്. ഇത് 1025-ാം വർഷ ജൂബിലി വർഷം കൂടിയാണ്. വിശുദ്ധ സെബസ്ത്യാനോസ് സകല ആളുകളെയും ഇവിടെ വന്ന് പുണ്യവാന്റെ മാധ്യസ്ഥം തേടുന്ന എല്ലാവരെയും കനിഞ്ഞ് അനുഗ്രഹിക്കുന്ന പുണ്യവാനായതുകൊണ്ട് വിളികേട്ട പുണ്യവാൻ എന്നുള്ള പേര് ഓരോ വർഷവും പുതുക്കപ്പെടുകയാണ്. അതിന് പിന്നിലൊക്കെ ചില യാഥാർത്ഥ്യങ്ങൾ ഉണ്ട്. ടിപ്പു സുൽത്താന്റെ പടയോട്ട കാലത്ത് ടിപ്പു സുൽത്താൻ അമ്പലങ്ങളും പള്ളികളും ഒക്കെ നശിപ്പിക്കാൻ വേണ്ടി വരുന്നെന്നറിഞ്ഞ് ഈ പള്ളിയിലേക്ക് എത്തുന്ന വിവരം അറിഞ്ഞ് വിശ്വാസികൾ പള്ളിയിൽ ഒരുമിച്ചുകൂടി പുണ്യാള ഞങ്ങളെ കാത്തുകൊള്ളണമേ എന്ന് നെഞ്ചുരുകി പ്രാർത്ഥിച്ചപ്പോ ഏതാനും ഉദ്യോഗസ്ഥര് ചെന്ന് ടിപ്പു സുൽത്താനോട് ബന്ധപ്പെട്ടു. പുണ്യാൻ വളരെ അത്ഭുത പ്രവർത്തകനാണ്, ഇത് ആക്രമിക്കണ്ട എന്ന് പറഞ്ഞപ്പോൾ ടിപ്പു സുൽത്താൻ അല്പം കോപിതനായി, അത്രയ്ക്ക് സിദ്ധിയുള്ള പുണ്യവാനാണെങ്കിൽ ഞാനൊന്ന് കാണട്ടെ, എന്നോട് നേരിട്ട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം ഊറ്റം കൊണ്ടപ്പോൾ തിരുസ്വരൂപത്തിൽ നിന്ന് അശരീരി മുഴങ്ങി. എന്നെ ഇവിടെ ഇരുത്തില്ലേ എന്നുള്ളൊരു ചോദ്യത്തിൽ സൈന്യവും ടിപ്പു സുൽത്താന്റെ പടയാളികളുമൊക്കെ പിന്തിരിഞ്ഞോടുകയും അങ്ങനെ ഈ പള്ളി ആക്രമിക്കപ്പെടാതിരിക്കുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായി. ശക്തൻ തമ്പുരാൻ ഇവിടെ അടുത്ത് കോവിലകത്താണ് ജനിച്ചതും വളർന്നതുമൊക്കെ. ഇവിടെ തിരുനാളിനോടനുബന്ധിച്ച് പലപ്പോഴും കതിനവെടി മുഴങ്ങുന്നതിന്റെ ശബ്ദം സഹിക്കവയ്യാതെ വെടിപൊട്ടിക്കൽ നിർത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഓർഡർ ഇട്ടപ്പോ ജനം അതിന് തയ്യാറാകാതിരുന്നൊരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. ഉടനെ അദ്ദേഹം അതിനെതിരെ നടപടികളെടുക്കാൻ വന്നു. നിറച്ചു വച്ചിരുന്ന കഥനകൾ പലതും ഇവിടെ അടുത്തുള്ള പെരിയാറിലേക്ക് കൊണ്ടുപോയി ഇട്ടിട്ട് എല്ലാം കെട്ടടങ്ങി എന്ന് വിചാരിച്ച് അദ്ദേഹം സമാശ്വസിച്ചപ്പോൾ സമയമായപ്പോൾ ഈ കഥനങ്ങളെല്ലാം വെള്ളത്തിൽ കിടന്ന് പൊട്ടി എന്നാണ് ഐതിഹ്യം. മനുഷ്യർ വിശ്വസിച്ചു പോരുന്നത് അങ്ങനെയാണ്. വിളികേട്ട പുണ്യവാന്റെ സൗന്ദര്യത്തിൽ വന്ന് ആളുകൾ തങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ നെഞ്ചുരുകി സമർപ്പിച്ചു കഴിയുമ്പോൾ അവരെല്ലാവരെയും അനുഗ്രഹിച്ച് അവരെല്ലാം ആശ്വസിപ്പിച്ച് സമാധാനിപ്പിച്ച്
വിശുദ്ധൻ അവരെ എല്ലാവരെയും ചേർത്ത് പിടിക്കുകയാണ്. ഈ വിശുദ്ധൻ മരിച്ചത് അമ്പുകളേറ്റാണ് എന്നാണ് വിശ്വസിക്കപ്പെടുക. പക്ഷേ അമ്പുകൾ ഏറ്റ് വിശുദ്ധൻ മരിച്ചില്ല. അർത്ഥപ്രാണനായി കിടന്നിരുന്ന ആ മനുഷ്യനെ ഒരു സ്ത്രീ അതിൽ വന്നപ്പോ ജീവനുണ്ട് എന്ന് മനസ്സിലാക്കി ആവശ്യം വേണ്ട പരിചരണങ്ങളൊക്കെ കൊടുത്ത് വീണ്ടും അദ്ദേഹം യേശുവിന് വീരോചിതമായ സാക്ഷ്യം നൽകുന്നത് കണ്ടപ്പോ ചക്രവർത്തി വീണ്ടും കുപിതനായി ഓർഡറിട്ടു അദ്ദേഹത്തെ ഇരുമ്പ് കണ്ടുകൊണ്ട് അടിച്ചു കൊല്ലാനായിട്ട്. അങ്ങനെയാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത്. പക്ഷെ അദ്ദേഹം കൊല്ലപ്പെട്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ശരീരം കഴുകന്മാർക്കും നരികൾക്കുമൊക്കെ ഭക്ഷണമായി വനത്തിൽ തന്നെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചപ്പോ ആകാശത്ത് പരുന്തുകൾ അദ്ദേഹത്തിന്റെ മൃതദേഹത്തിന് വട്ടമിട്ട് കാവൽ നിന്നിരുന്ന ഒരു ചരിത്രം ഇദ്ദേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എല്ലാ വർഷവും പതിവ് തെറ്റിക്കാതെ ജനുവരി മാസം 20-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിക്ക് പ്രദക്ഷിണം ഇറങ്ങുമ്പോൾ അത്ഭുതം എന്ന് പറയട്ടെ, ആകാശത്ത് വട്ടമിട്ട് പറന്ന് പരുന്തുകൾ വരുന്നത് അത് കാണാൻ വേണ്ടി മാത്രം ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെ എത്തുന്നുണ്ട്. കാലാവസ്ഥയുടെ ചൂടോ മറ്റ് സാങ്കേതിക തടസ്സങ്ങളോ ഒന്നും വകവയ്ക്കാതെ ഇത് ഒന്ന് നേരിൽ കാണാൻ തന്നെ ഇവിടെ ആളുകൾ എത്തിച്ചേരുന്നത്. തിരുനാളിലേക്ക് എല്ലാ വിശ്വാസികളെയും സ്വാഗതം ചെയ്യുന്നതായി കൺവീനർ TD റോബർട്ട, ജോയിന്റ് കൺവീനർ ജിജു കല്ലുങ്ങ എന്നിവരും വ്യക്തമാക്കി. തിരുനാളിനോടനുബന്ധിച്ച് ശക്തൻ തമ്പുരാൻ കാണിക്കായി പുണ്യാളന് സമർപ്പിച്ച ആനവിളക്ക് 17-ാം തീയതി കൊടിയേറ്റത്തിന് ശേഷം ആനവാതിൽ തുറന്ന് പള്ളിക്ക് ചുറ്റും വലം വെച്ച് ആനവാതിൽ തൂക്കുന്ന ചടങ്ങ് വളരെ ഭംഗിയായും വളരെ പ്രാർത്ഥന ചൈതന്യത്തോടു കൂടി തൂക്കുന്നു. ആനവിളക്കിന്റെ ചരിത്രം എന്ന് പറയുന്നത് ശക്തൻ തമ്പുരാന്റെ കോവിലകമാണ് പള്ളിയോട് ചേർന്നുള്ള പുതിയടം ക്ഷേത്ര കോവിലകം. അദ്ദേഹം അവിടെ വിശ്രമിക്കാനായിട്ട് ഇടയ്ക്ക് വരുമ്പോൾ വിശ്രമ സമയത്ത് ഇവിടെ പുണ്യാളുടെ കഥനകൾ മുഴങ്ങുകയും അത് അരോചകമായിട്ട് തോന്നിയിട്ട് ആ കഥനകളൊക്കെ പുഴയിൽ കൊണ്ടുപോയി കളയാൻ പറഞ്ഞപ്പോൾ പടയാളികൾ ആ കഥനകളൊക്കെ എടുത്ത് പുഴയിൽ കൊണ്ടുവന്നിടുകയും പുണ്യാളുടെ രൂപം പുറത്തേക്ക് എഴുന്നള്ളിച്ചപ്പോൾ ആ വെള്ളത്തിൽ കിടന്ന് പെരിയാറിന്റെ വെള്ളത്തിൽ കിടന്ന് ആ കഥനകൾ പൊട്ടുകയും ചെയ്തു. ആ വിവരം അന്വേഷിച്ച് വന്ന തമ്പുരാൻ അത് മിഥ്യയാണെന്നുള്ള ഒരു സങ്കല്പത്തില് പോവുകയും പടിപ്പുരക്കിയിരുന്ന വ്യക്തി തമ്പുരാനെ പുണ്യാളുടെ പള്ളിയുടെ പടിപ്പുരക്കിയിരുന്ന വ്യക്തി തമ്പുരാനെ എഴുന്നേറ്റ് നിന്ന് വണങ്ങിയില്ല എന്നുള്ള കാരണത്താൽ പടിപ്പുര പൊളിച്ചു കളയാൻ ആജ്ഞാപിക്കുകയും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞൂർ.